ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്ന നല്ല ടേസ്റ്റുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. പിന്നെ ഇതുപോലെ 2 പച്ചമുളക് നടുക കീറിയതും, 1 ടീസ്പൂൺ ഉപ്പും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. 4 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം തുറന്നു കൊടുക്കുക. ഇപ്പോൾ തുറന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കറി കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഈ ഒരു തിക്നെസ്സിൽ തന്നെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് കറി ഒന്ന് താളിച്ചിട്ട് ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് നടുവേ മുറിച്ച് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നേരെ നമുക്ക് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉള്ളി മൂപ്പിച്ചത് ചേർത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. നമ്മളത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഫ്ലേവറൊക്കെ ഇറങ്ങി കിട്ടും. ഞാനൊരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ, ഇളക്കാതെ. ഇപ്പം നമ്മുടെ കറി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.